ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഈ കഷ്ടപ്പാടുമ്മയുണ്ടല്ലോ, ഈ പിച്ചിച്ചീന്തൽ ഉമ്മ, പാവപ്പെട്ട ഉമ്മ, പാവപ്പെട്ട മൂന്ന് മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് അങ്ങ് ലോകത്താരും നോക്കാത്ത പോലെ നോക്കുന്ന ഉമ്മാക്ക് ഒരു മറുപടി പറയാനായിട്ടാണ് കുറേ ദിവസമായി ഞാൻ വേണ്ട വേണ്ട പോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും മക്കളെ വളർത്തട്ടെ, മക്കളെ ചേർത്ത് പിടിച്ച് വളർത്തട്ടെ, കെട്ടിപ്പിടിച്ച് വളർത്തട്ടെ, ഉമ്മ കൊടുത്ത് വളർത്തട്ടെ എന്ന് പറയും. മക്കളെന്ന് പറയുന്ന ആഴിക്ക് 40 വട്ടം പറയുന്ന ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇനി വീഡിയോ വേണ്ട, അത് എങ്ങനെയെങ്കിലും പോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേനും എഗെയിൻസ്റ്റ് ഫീസ് അഫർ മീഡിയ വന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ അങ്ങനെ പോയതൊന്നും അല്ല. അത് കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ രീതിക്ക് പോട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ 2 ദിവസത്തെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം തന്നെ തോന്നി. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തെളിവുകൾ ആളുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3-4 ദിവസം മുമ്പ് അവർ ഹദിയ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു നെക്ലേസ് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ എനിക്ക് ഹദിയ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് തെളിവ് സഹിതം ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലും പിന്നെ ഐഷ നേഹ എന്ന് പറയുന്ന അവരൊക്കെ കറക്റ്റ് തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പം കിട്ടിയ ഹദിയൊന്നും അല്ലാതെ അവർക്ക് മുൻപേ ഉള്ള ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ തെളിവ് സഹിതം ഒരു ഫോട്ടോ സഹിതം മുമ്പ് അവർ ഈ നെക്ലേസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മായ്ക്ക് ഉത്തരം അങ്ങ് മുട്ടി. അപ്പോൾ പറയാണ് ഹദിയ കിട്ടി, അത് ഇപ്പോഴെങ്കിലും കിട്ടിയതല്ല, ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഈ ഹദിയെ എടുത്തു വെച്ചിട്ട് ഇപ്പം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണ് എനിക്കെല്ലാം കിട്ടി, എല്ലാവരും എല്ലാം തരുമെന്നും പറഞ്ഞ് ഇപ്പം കൊണ്ടുവന്ന് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇനി അഥവാ ഇപ്പം കിട്ടിയതാണെങ്കിലും അപ്പം നിങ്ങൾ മുമ്പ് പറഞ്ഞത് മുഴുവൻ കള്ളവല്ലേ? ഈ ഹദിയെ കിട്ടിയ സ്വർണം ഗോൾഡ് പണയം വെക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗോൾഡൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ തന്നെയല്ലേ നിങ്ങൾ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഒരു 2 ലക്ഷം രൂപയുടെ ഗോൾഡ് മകൾക്കാരോ ഗിഫ്റ്റ് കൊടുത്തു, ഹദിയ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് വേറെ ഗോൾഡ് ഒന്നുമില്ല, എൻ്റെ കഴുത്തൊക്കെ നോക്കൂ, ഒന്നുമില്ല, ശൂന്യമാണ്, ആകെപ്പാടെ ആടിനെ വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ് കൊണ്ട് മേടിച്ച കമ്മൽ മാത്രം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഹദിയ കിട്ടിയത് 2 വർഷം മുമ്പാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അപ്പോഴും ഈ സംഭവം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഹദിയ, ഈ സ്വർണം എന്തായാലും അപ്പോഴും ഉണ്ട്. അല്ലാതെ ഇപ്പം പെട്ടെന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വീട് പണി നടക്കുകയാണ്, ബാക്കി ഓരോ കാര്യങ്ങൾക്കും ക്യാഷ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഗോൾഡ് ഉള്ളപ്പോൾ തന്നെയാണ് നിങ്ങൾ വന്ന് എല്ലാവരുടെയും മുമ്പിൽ പച്ചക്കള്ളം പറഞ്ഞത്, ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ പായാരം ആവലാതെയും കള്ളത്തരം എന്ത് തന്നെ പറഞ്ഞാലും നാഴികയ്ക്ക് 40 വട്ടം നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന നുണ പറഞ്ഞാലും ആരും മിണ്ടരുതെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയ ആണ്, കേൾക്കുന്നവരെല്ലാവരും പൊട്ടന്മാരൊന്നും അല്ല. എല്ലാവരും നിങ്ങളൊരു അൽഹംദുലില്ലാഹ് എന്നൊരു 12 തവണ പറയുമ്പം ഇത് കേട്ടിട്ട് ഇവർക്ക് അഗെയിൻസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ശാപം കിട്ടുമോ അല്ലെങ്കിൽ ദൈവകോപം കിട്ടുമോ എന്ന് കരുതിയിട്ട് മിണ്ടാതെ വാവുത്തിയിരിക്കുന്ന ആളുകളല്ല എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ പ്രതികരിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. കാരണം നിങ്ങൾ പറയുന്നത് മിക്കവാറും എല്ലാം തന്നെ കള്ളവാണ്. മക്കൾ തന്നെ അനാഥരാണ്, നിങ്ങൾ പറഞ്ഞ യത്തീമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അതിന് പകരമല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മക്കൾക്ക് ആരുമില്ല, മക്കളുടെ ഉപ്പ മരിച്ചു പോയതാണ്, ഒറ്റ ഉപ്പായുള്ളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര വീഡിയോയിൽ പറഞ്ഞു. അന്നേരമാണ് സത്യം അറിയാവുന്ന ഒരു സ്ത്രീ, ഒരു ഇത്ത വന്നിട്ട് പറഞ്ഞത് ഇവരുടെ മൂത്ത മക്കളുടെ 2 മക്കളുടെയും ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, വേറൊന്നും നിങ്ങൾക്ക് ചെലവിന് തരുന്നുണ്ടെന്ന് ഒന്നും അവർ പറഞ്ഞില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അപ്പോഴും മകളെ വിളിച്ചിരുത്തി നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ കള്ളം പറഞ്ഞു. മോളെ പറയൂ, ആരാണ് നിങ്ങളുടെ ബാപ്പ, ആരാണ് നിന്റെ ബാപ്പ, നീ ആരെയാണ് ബാപ്പ എന്ന് വിളിച്ചത്? ആ കുട്ടിയെ കൊണ്ട് വരെ നിങ്ങൾ കള്ളം പറയിപ്പിച്ചു. എത്രയൊക്കെ എങ്ങനെയൊക്കെ വൃത്തികെട്ടവനാന്ന് പറഞ്ഞാലും ബാപ്പ എന്ന് പറയുന്ന ആ സ്ഥാനം ഒരിക്കലും മാറില്ല. അവിടെയും നിങ്ങൾ കള്ളത്തരം തന്നെയാണ് കാണിച്ചത്. അല്ലാതെ നിങ്ങളെ പിച്ചിക്കീറി മാന്തി ആരും തിന്നാനായിട്ടല്ല വരുന്നത്. നിങ്ങളിങ്ങനെ കള്ളത്തരം തന്നെ പറയുന്നത് കൊണ്ട് നിങ്ങളെ അറിയുന്ന ആളുകൾ ഇതങ്ങനെയല്ല ഇങ്ങനെയാന്ന് വിളിച്ച് പറയുന്നതാണ്. അത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് അതേപോലെ എത്ര കിട്ടിയാലും തികയാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾ. എത്ര കിട്ടി, ഇപ്പം വീടായി, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനായി, പിന്നെയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ഹദിയ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ കാണിക്കുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും ദാനധർമ്മം ആപത്തിനെ തടയും, അതേപോലെ ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ അതിന് ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നാൽ ഒരുപാട് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് തരാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ പച്ചക്കള്ളം വന്നിരുന്ന് പറയുന്നത്. അത് കേട്ടിട്ട് എല്ലാവർക്കും മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല.
എല്ലാവരും ഇങ്ങനെ ഊമകളൊന്നുമല്ല, എല്ലാവരും അനീതിക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്ന ആളുകളൊന്നുമല്ല. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കൂ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കൊടുത്തില്ലേ. അത് മിണ്ടാതിരിക്കാത്ത കാര്യം എന്താണെന്നറിയോ, ഈ ഈ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾക്കാർക്കും നഷ്ടമില്ല. പക്ഷേ ഇതിന് അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ഹദിയ അല്ലെങ്കിൽ ഇതേപോലെ ദാനധർമ്മങ്ങൾ കിട്ടാനായിട്ട് അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കിട്ടേണ്ട ക്യാഷാണ് ഇവർ ഒരു രീതിയിൽ തട്ടിയെടുക്കുക എന്ന് തന്നെ പറയാം. അങ്ങനെ തട്ടിയെടുക്കുന്നത് വീണ്ടും വീണ്ടും ഇല്ലായ്മയും വല്ലായ്മയും ഇങ്ങനെ പാടാനായിട്ട് ഇവർക്ക് നല്ല കഴിവാണ്. ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഇവർ തട്ടിയെടുക്കുന്നത് അങ്ങനെ കിട്ടേണ്ട ആളുകളുടെ ക്യാഷാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾക്കാർക്കും കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഇങ്ങനെ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചാരിറ്റി, അത് എന്തൊരു ചാരിറ്റി ആയിരുന്നത്. 4 മക്കളുള്ള 5 മക്കളുള്ള കുടുംബത്തിൽ പോയിട്ട് അവരുടെ വീഡിയോ മുഴുവൻ പിടിച്ചിട്ടിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്തിട്ട് അവർക്ക് ഫോണില്ല, എന്തൊക്കെ ഉരുണ്ടുകളിയാണ് നിങ്ങൾ കാണിച്ചത്. അതേപോലെ 25,000 രൂപ ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ ആദ്യം എമൗണ്ട് പറയാതെ നിങ്ങൾ പിരിവ് നടത്തി, ക്രൗഡ് ഫണ്ട് ശേഖരിച്ചു. എന്നിട്ട് എമൗണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് പേര് പറയപ്പോഴാണ് 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തിയത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക്കിൽ ഇറങ്ങി ആർക്കും എന്തും കാണിക്കാമല്ലോ, ആരും മിണ്ടാതിരുതാൽ പോരെ. ഒരു മനുഷ്യനും മിണ്ടരുത്, ആർക്കും പിരിവ് നടത്താം. ചാരിറ്റി എന്നുള്ള പേരിൽ എന്ത് തന്നെ നടത്തിയാലും ആരും ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ അത് തന്നെ ഒരു ജീവിത മാർഗമായി. നിങ്ങൾക്കില്ലേ ഇല്ലേ ഇല്ലേ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വീണ്ടും ഇറങ്ങാണ് ചാരിറ്റി. അതേപോലെ നിങ്ങളുടെ ഭാഷയൊക്കെ, നിങ്ങൾ പഞ്ചപാവമായ ഒരു ഉമ്മയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഭാഷ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, അതേപോലെ കമൻറ്റുകളൊക്കെ എല്ലാവരും കാണുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കുന്നതൊന്നും കൂടുതലായി പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ആ സംസാരത്തിനനുസരിച്ച് വരുന്നില്ല നിങ്ങളുടെ വാക്കുകൾ. നിങ്ങളുടെ ആ പാവം എന്നുള്ള സംസാരത്തിന് ഒട്ട് ചേരുന്നതല്ല നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ കമൻറ്റുകൾ. ഇതിലൊക്കെ എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാവോ, 24 മണിക്കൂറും അൽഹംദുലില്ല എന്ന് പറയുന്ന നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കി സ്മൈലി ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ആരെങ്കിലും ദൈവത്തെ സ്തുതിച്ചിട്ട് അങ്ങനെ പരിഹസിക്കുവോ? ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതി ചൊല്ലി ഒപ്പം തന്നെ പരിഹസിക്കുവോ? ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാവേ. അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വക കളിയാക്ക വികടമായ ഒരു പരിഹാസ സ്മൈലി ഇവരിട്ടേക്കുന്നു. അപ്പം തന്നെ ആ ഒരൊറ്റ കമൻറ്റ് മതി ഇവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഓരോ വീഡിയോയിലും വന്നിരുന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് പിച്ചി ചീന്തി. നിങ്ങളെ പിച്ചി ചീന്താനായിട്ട് ആർക്കെന്താ, വേറെ ആർക്കും ഒരു ജോലിയില്ലേ? നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളെ പിച്ചി ചീന്താനായിട്ട്. മനുഷ്യർക്ക് പ്രതികരിക്കാനായിട്ട് ഓരോ കാരണങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളോട് നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ട ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യൂ. അപ്പോൾ വേവിക്കാനില്ല. എന്ത് വേവിക്കാനില്ല? ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ ആരും ഭക്ഷണം പാകം ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് അതും പോരാ, നിങ്ങൾക്കെല്ലാം 100% കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ നിങ്ങളെല്ലാം എന്തും ചെയ്യുള്ളൂ. വേവിക്കാനൊന്നുമില്ല. കിച്ചൺ ഉണ്ട്, മാനമര്യാദയ്ക്ക് ഒരു കിച്ചൺ ഉണ്ട്, അതിൽ നിങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ എന്താ, ടോയ്ലറ്റിൽ പോവില്ല, മോള് യൂറോപ്യൻ ക്ലോസറ്റിൽ പോവില്ല. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങളുടെ മോള് പോവില്ലേ? ടോയ്ലറ്റിൽ പോവില്ലേ? ഇതൊക്കെ വെറും പൊത്തുവരുത്തം മാത്രമാണ്. കാര്യം ഇനിയും ചോദിച്ചുകൊണ്ടിരുന്നാൽ കിട്ടും എന്നുള്ളത് കൊണ്ട് കാണിക്കുന്ന പൊത്തുവരുത്തം തന്നെയാണ്. അതുകൊണ്ട് നീയൊന്നും തരുന്നില്ലല്ലോ, പിന്നെ നീ പോന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന പറയേണ്ട ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ പബ്ലിക്കിൽ വന്ന് ഞങ്ങളെല്ലാം കേൾക്കുക, എല്ലാ മനുഷ്യരും കേൾക്കാൻ തന്നെയാണ് വീഡിയോ ഇടുന്നത്, എല്ലാ മനുഷ്യരും കേൾക്കാൻ തന്നെയാണ് നിങ്ങൾ ഈ ബെഗ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരും മിണ്ടത്തില്ല, എല്ലാം കേട്ടിട്ട്. അല്ലാതെ ഇതേപോലെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇതേപോലെ പായാരം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായാലും ജനം പ്രതികരിക്കും. എത്ര കിട്ടിയിട്ടും അടങ്ങാത്ത നിങ്ങളുടെ ഈ ആർത്തി കാണുമ്പോൾ ഉണ്ടല്ലോ, എത്ര തന്നെ ആയാലും ജനം പ്രതികരിക്കും. ഈയിടെയും എന്തോ അവാർഡ് കിട്ടി, എന്തോ മൊമെൻറ്റോ കിട്ടിയെന്നൊക്കെ പറയുന്നു. അതിൻ്റെ പിന്നിലും ചാരിറ്റി. അവിടെയും ചാരിറ്റി മാത്രമാണ് ലക്ഷ്യം. ഞാൻ ചാരിറ്റി ചെയ്യും. മാനം മര്യാദയ്ക്കാണെങ്കിൽ അവനവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന ക്യാഷ് എടുത്തിട്ട് ചാരിറ്റി ചെയ്താൽ ഓക്കെ. ഇത് ക്രൗഡ് ഫണ്ട് ശേഖരിക്കുമ്പോൾ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇപ്പോൾ രഹസ്യമായിട്ട് വെച്ച ഫോട്ടോ പബ്ലിക്കാക്കി അത് ആരാണെന്നറിയാൻ പിടിക്കും, കേസ് കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇങ്ങനെ വീരവാദം പറയാതെ ചെയ്ത് കാണിക്കുക. ആ ഒരു ഫോട്ടോ വന്നതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ആ ഹദിയ എന്ന് പറയുന്ന, എനിക്ക് ക്യാഷിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാം. ഹദിയ എന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളം പറഞ്ഞ ആ ഗോൾഡ് ഇപ്പം ഹദിയ കിട്ടിയതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വെളിവായി. അത് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്നുണ്ട് ഓരോ ആളുകൾ.
ഇനിയെങ്കിലും വിട്ടുകൊടുക്കുക. അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്, നിങ്ങളുടെ ആളുകൾ തന്നെയുണ്ട് ഒരുപാട് പേര്. ഒരു ഗതിയും ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പം പറയുന്നു ഉമ്മയുണ്ട്, ഉപ്പായുണ്ട്, കാക്കായുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഉള്ള ഒരു ലേഡിയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? 3500 രൂപ വാടക കൊടുക്കാനില്ല, ആരുമില്ല, ഒന്നുമില്ല, ആരുമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നു? അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ.